ഹലോ, ഇന്ന് ഡിസംബർ 3 വേൾഡ് ഡിസേബിൾ ഡേ ആണ്. അപ്പോൾ എൻ്റെ എല്ലാ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം ആശംസകൾ. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശാരീരികമായ പലതരം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ട് നമുക്കുണ്ട്, അത് ശരിയാണ്. ചിലത് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ തന്നെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കും ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളെ പോലെയും നമുക്കും ജീവിക്കണം, നമുക്കും നേട്ടങ്ങളുണ്ടാവണം, നമുക്കും വിജയങ്ങളുണ്ടാവണം, നമുക്ക് സ്വപ്നങ്ങളുണ്ടാവണം. അപ്പം ഇതെല്ലാം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ ശരീരത്തിൻ്റെ വൈകല്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഒരു കാര്യം ഫസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളുടെ ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചികിത്സ കൊണ്ടൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഏജിന് മുൻപേ ഒക്കെ ചികിത്സ ചിലപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഒരു 18-20 വയസ്സായി കഴിഞ്ഞിപ്പോൾ എനിക്ക് 22 വയസ്സിലാണ് എൻ്റെ കാലിൻ്റെ സർജറി ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നെരുങ്ങി നടക്കുന്ന അവസ്ഥയിൽ നിന്നും നടക്കാൻ സാധിച്ചു. ചിലപ്പോൾ അതൊരു 8 അല്ല 7, 8, 10 വയസ്സിനുള്ളിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നടക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ചിലപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം കൊണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് മെഡിക്കൽ അവിടെ അത്രയും പുരോഗതിയൊക്കെ വരാത്തത് കൊണ്ടോ, അങ്ങനെയൊക്കെ കൊണ്ട് പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ചികിത്സകളൊക്കെ വൈകി പോയിട്ടുണ്ടാകാം. അപ്പം നമ്മളുടെ ഡിസേബിലിറ്റി അല്ല നമ്മുടെ വൈകല്യം അങ്ങനെ തന്നെയൊക്കെ ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയാനുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് ആ വൈകല്യം കൊണ്ടുവരാതിരിക്കുക. എനിക്ക് അറിയാവുന്ന ഒരുപാട് വൈകല്യങ്ങളുള്ള ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. എനിക്ക് കൂട്ടായ്മകളുണ്ട്, അല്ലാണ്ടുമൊക്കെ അറിയാം. ഞാൻ നിന്നത് അതുപോലത്തെ ഒരു സ്ഥാപനത്തിലാണ്. പക്ഷേ ഓരോ വ്യക്തികളെ എടുക്കുമ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അസാധ്യമായിട്ടുള്ള പല കഴിവുകളുള്ളവരാണ്. ചിലപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റ് വർക്കാകാം, അല്ലെങ്കിൽ പഠനത്തിലാകാം, അല്ലെങ്കിൽ പാട്ടിലാകാം, പിന്നെ സാഹിത്യപരമായിട്ടുള്ള കഴിവുകളാകാം. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. എനിക്കാണ് അവരിൽ പകുതി പേര് ഇപ്പോഴും മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പകുതിയിലധികം പേര് ഇപ്പോഴും മുൻനിരയിലേക്ക് വന്നിട്ടില്ല. ഒരു പക്ഷേ വീടിൻ്റെ ഉള്ളിൽ തന്നെയും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയും, അല്ലെങ്കിൽ അവരുടേതായിട്ട് ആ ഒരു ചെറിയൊരു ലോകത്ത് ആ ഒരു സ്പേസിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഇന്ന് പണ്ടുണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പം ലോകം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് വരാനും പറ്റത്തില്ല. ഒറ്റ ഓടി നടന്ന് അങ്ങനെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ മെൻ്റലി സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാകാം. അങ്ങനെ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. അതേസമയം നമ്മളൊരു മടി പിടിച്ച് ഒരു മടിയൻ അങ്ങനെയൊക്കെയാണ്, വയ്യായികേനെ ചൂഷണം ചെയ്ത് നമ്മൾ ജീവിക്കാൻ തയ്യാറായിരിക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിൽ നമ്മളായിരിക്കണോടത്ത് തന്നെ ഇരുന്ന് പോകും. അതുകൊണ്ട് എനിക്ക് വൈകല്യമുള്ളവരോട്, അല്ലെങ്കിൽ കൈ വയ്യാത്തവരോടും കാല് വയ്യാത്തവരും ഏതെങ്കിലും ആകട്ടെ, അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വൈകല്യങ്ങളെയൊക്കെ മറികടന്ന് ചിന്തിക്കണം. നമുക്ക് ഏത് കാര്യം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ. എനിക്കിപ്പോൾ ക്രാഫ്റ്റ് വർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ചെയ്യാനുള്ളൊരു ക്ഷമയും ഉണ്ട്, അതിഷ്ടമാണ്. പിന്നെ എൻ്റെ മെഡിക്കൽ ഷോപ്പിൻ്റെ മെഡിസിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഇഷ്ടത്തോടെ ചെയ്യുന്നു. അപ്പോൾ എനിക്കതിലെന്തെങ്കിലും പതുക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കര സക്സസ് വരണമെന്നില്ല. പതുക്കെ നമുക്കതിൽ വിജയം കണ്ടെത്താൻ പറ്റും. അതുപോലെ അവരവർക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്നവർ നന്നായിട്ട് പാടുമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വരയ്ക്കുന്നവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അത് എന്താണോ എനിക്ക് സക്സസ് ആകാൻ പറ്റിയ മേഖലയെന്ന് എനിക്കേ അറിയാവുള്ളൂ. അപ്പം നമുക്ക് കാര്യങ്ങളുടെ പുറകെ പോകാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിൽ നമ്മളുടെ 100% കൊടുത്തോണ്ട് നമുക്കതിൽ വിജയിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം അതുപോലെ കണ്ടെത്തി നമ്മളുടെ മാർഗം നമ്മൾ കണ്ടെത്തണം.
അപ്പം നമുക്കും ഈ ലോകത്തിലുള്ള ഒരു സാധാരണക്കാരെയോ ഒരു സാധാരണക്കാരനെയൊക്കെ പോലെ നേട്ടങ്ങൾ നമുക്കും ഉണ്ടാകും, നമുക്കും വിജയങ്ങളുണ്ടാക്കും, നമുക്കും നമ്മുടെ പല സ്വപ്നങ്ങളും സാധിക്കാൻ പറ്റും. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുവാണ്, നിങ്ങളൊരു ഡിസേബിലിറ്റി ഉള്ള ഒരാളായിട്ട് നിങ്ങൾ ജീവിച്ചിട്ട്, എനിക്കിപ്പോൾ 42 ഇയേഴ്സ് ആകുമ്പോൾ, അപ്പോൾ ഈ 42 വർഷം നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആണെന്ന് പറയും. അല്ല, ഞാൻ അല്ല എന്ന് പറയത്തില്ല. കാരണം അതിനകത്ത് പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയും അതിന് കാരണം ഞാൻ മകള്, സഹോദരി, കൂട്ടുകാരി, കാമുകി, വൈഫ്, അമ്മ, ഈ എല്ലാ ഒരു നോർമൽ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ റോളും ഞാൻ കൈകാര്യം ചെയ്തു. ബിസിനസ്സുകാരി, അങ്ങനെ എനിക്ക് പറ്റുന്ന എല്ലാ റോളുകളും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ഏറ്റവും മനോഹരമായിട്ട് ഞാൻ കൈകാര്യം ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഈ വൈകല്യത്തിൻ്റെ പേരിലും ഒരു കാര്യം എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല. എനിക്കെല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. അതെനിക്ക് നിഷേധിക്കപ്പെടാതിരുന്നത് ഞാൻ ചെയ്ത ഏത് റോളിനോടും, ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിനോടായാൽ പോലും ഞാൻ വൈകല്യത്തെ മാറ്റി വെച്ചിട്ട് തോൽക്കില്ല, എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ജയിക്കണം എന്നുള്ള എൻ്റെ മനോഭാവത്തോടുകൂടെ, അത് ഏത് വേഷം ആയിക്കോട്ടെ, മോളായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, കാമുകി ആയിക്കോട്ടെ, വൈഫായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അങ്ങനെ അത് ഏത് വേഷത്തിനും ഞാൻ എൻ്റെ 100% ഞാൻ അതിൽ കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ കൈകാര്യം ചെയ്ത വേഷങ്ങളെല്ലാം എനിക്ക് അത് അനുഭവിച്ചവർ പറയത്തില്ല. ഇപ്പം എൻ്റെ അമ്മ പറയത്തില്ല, എൻ്റെ സഹോദരങ്ങൾ പറയത്തില്ല, എൻ്റെ ഹസ്ബൻഡ് പുള്ളി ജീവിച്ചിരിപ്പില്ല, അപ്പോൾ പുള്ളി പ്രണയിച്ചവരാണ്. അപ്പം ആ പ്രണയത്തിൻ്റെ നിമിഷങ്ങളിൽ പുള്ളിയും ഉണ്ടായിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു ഞാൻ നല്ലൊരു കാമുകി അല്ലായിരുന്നു എന്ന് പറയത്തില്ല. പിന്നെന്താ, ഇപ്പം ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത്, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട്, ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച്, നമ്മൾ എന്താ പറയുക, അറുമാതി ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഞാൻ അറുമാതി ചെയ്യുന്ന വേഷം അമ്മ വേഷമാണ്. കാരണം അതിനോളം ഹാപ്പിനെസ് എനിക്ക് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. അവനോടത്തുള്ള നിമിഷങ്ങൾ, അവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവനെ ചേർത്ത് പിടിക്കുന്നത്, അവൻ്റെ സംസാരം കേൾക്കുന്നത്, അപ്പം അമ്മ വേഷമാണ് ഞാൻ ഏറ്റവും അധികം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും അധികം അറുമതിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഓരോ ദിവസവും. അവനോടത്തുള്ള എൻ്റെ ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്രയധികം എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു വേഷമാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മ വേഷം. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടി. അല്ലാതെ ഡിസേബിൾഡ് ആണെന്ന് അത് മാറ്റി വെച്ചിട്ടില്ല, നിഷേധിക്കപ്പെട്ടിട്ടില്ല എനിക്കൊന്നും. അപ്പം നമ്മൾ എത്രത്തോളം അത് കൊടുക്കുന്നു, അല്ലെ നമ്മൾ സ്വയം അയ്യോ എനിക്ക് വയ്യായികയുണ്ട്, ഞാൻ കുറച്ച് പിന്നിലോട്ട് പോയേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മളുടെ പരാജയം. അല്ല, ഞാൻ എല്ലാവരെയും പോലെ ഒരാളാണ്, എനിക്കും നേട്ടങ്ങളുണ്ടാകും, സക്സസ് ഉണ്ടാകും, സ്വപ്നങ്ങളുണ്ട്, അത് സാധിക്കണം എന്നൊക്കെ കരുതി നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളുടെ വിജയത്തിൻ്റെ ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. ഇപ്പം കഴിഞ്ഞ ദിവസം സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാളിൽ പോയ സമയത്താണെങ്കിലും അവിടെ ഒരുപാട് നോർമൽ ലേഡീസിൻ്റെ ഒപ്പം എനിക്കും അവിടെ ഒരു സ്പേസ് കിട്ടി. പക്ഷെ അവിടെ ഒത്തിരി ലേഡീസ് ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ലേഡിയാണ്, അതുകൊണ്ട് അവരെ കുറച്ച് മാറ്റി നിർത്തിയേക്കാം, അല്ലെങ്കിൽ അവരോടൊന്ന് അയ്യോ എനിക്ക് വയ്യായിക, പാവം ആ ഒരു ഫീലോ, ഒരാളുടെ ഫേസിൽ പോലും സിമ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ അവിടെ കണ്ടില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ആ സിമ്പതി എനിക്ക് കിട്ടാതിരുന്നത് കൊണ്ട് ഞാൻ അവിടെ എന്നെ പ്രസൻറ്റ് ചെയ്തത് ഒരു ഡിസേബിൾഡ് പേഴ്സണിനെ പോലെ അല്ല ഞാൻ എന്നെ അവിടെ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ എന്നെ നോക്കുന്നവരെങ്ങനെ എന്നെ ആ രീതിയിൽ പരിഗണിക്കും, എന്നോട് എങ്ങനെ സിമ്പതി കാണിക്കും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളാണോ ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുവരണം. ഹാപ്പിയായിട്ട് ജീവിക്കണം. നമുക്ക് സങ്കടങ്ങളുണ്ടാകും, പൊട്ടിക്കരയണം, കരച്ചിൽ വരുമ്പോൾ പൊട്ടിക്കരയണം, ചിരി വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അറുമാതിച്ച് സന്തോഷിക്കണം. അപ്പം അല്ലാതെ വൈകല്യത്തിന് നോക്കിയിരുന്ന നമ്മുടെ മരണം വരെ നമ്മളത് നോക്കിയിരിക്കും. കാരണം അത് മാറാൻ പറ്റും. ഇപ്പോൾ കുറേ നേരം ഈ കാലിൽ നോക്കിയിരുന്ന എൻ്റെ വിരലൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് അയ്യോ എൻ്റെ കാല് തന്നെ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നോക്കി ഇരിക്കലേ ഉള്ളൂ. ആ വിരൽ ഒരിക്കലും വളരാൻ പോകുന്നില്ല, ആ കാലിൻ്റെ വളവ് ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല.
അല്ലെങ്കിൽ അതുപോലെ വിദേശത്തൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനുള്ള സിറ്റുവേഷനും സെറ്റപ്പൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ള ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ ലോകം മൊത്തം നമ്മുടെ ഒപ്പം വന്ന് നിന്നുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ സന്തോഷിപ്പിക്കും. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, കുറേ ലാഗടിച്ചാണ് പറഞ്ഞത്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ല ഉഷാറായിട്ട് ജീവിക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം. നമുക്കും ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും, ലോകത്തിനെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പം പിന്നെ ഈ സമൂഹത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഓരോ പരിഗണനയും ലോകത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന പുതിയ ആൾക്കാരുണ്ടാകും. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള പുതിയ ബിസിനസ് രംഗത്തായാലും കലാരംഗത്തായാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പാടുന്നവരൊക്കെയാണ്. അപ്പോൾ സിനിമയിലൊക്കെ എത്ര ആൾക്കാരെ കൊണ്ട് പാട്ട് പാടിക്കുന്നത്. അപ്പോൾ ഒരു വയ്യാത്ത ഒരാൾ നന്നായിട്ട് പാട്ട് പാടും. ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്ത പുള്ളിക്കാരൻ, പേര് മറന്നുപോയി, ഉണ്ടോ, എത്ര ഇതായിട്ട് ആൾക്കാർ ചേർത്ത് പിടിച്ച. അപ്പോൾ ഈ ഒരു ചേർത്ത് പിടിക്കൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പം ഞങ്ങളും നിങ്ങളിലൊരാളായിട്ട് ഈ ലോകത്ത് വ്യത്യാസങ്ങളില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇത്തിരി വലിയ വീഡിയോ ആണ്, എന്നാലും എല്ലാവരും കാണണം. ഓക്കെ, അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും